മഹിജയുടെ സമരത്തിനിടെ അറസ്റ്റിലായ പൊതുപ്രവർത്തകർ ജയിൽ മോചിതരായി. സോപാധിക ജാമ്യം അനുവദിച്ചത് സർക്കാരിന്റെ എതിർപ്പ് മറികടന്ന്. ജയിലിൽ അടച്ചത് വ്യക്തിവിരോധം തീർക്കാനെന്ന് കെ എം ഷാജഹാൻ. പോലീസ് നടപടിയെ പിന്തുണച്ച മുഖ്യമന്ത്രി. കേരളത്തിൽ ആരെയും പ്രതിയാക്കാമെന്ന അവസ്ഥയെന്ന് ഹൈക്കോടതി. DGP ഓഫീസിന് മുന്നിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന പൊതുപ്രവർത്തകർ ജയിൽ മോചിതരായി. ജില്ല വിട്ട് പോകരുത് എന്നതടക്കമുള്ള 5 ഉപാധികളോടെയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പോലീസുമാണ് ഗൂഢാലോചന നടത്തിയതെന്ന് ജയിൽ മോചിതരായവർ പ്രതികരിച്ചു. 15,000 രൂപയുടെ 2 ആൾ ജാമ്യം, സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകണം, കേസുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ ഒഴിവാക്കണം, ജില്ല വിട്ട് പോകരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. 2 മണിയോടുകൂടി അഡ്വക്കേറ്റ് മിനിയും 3 മണിയോടുകൂടി മറ്റുള്ളവരും ജയിൽ മോചിതരായി. ജിഷ്ണുവിന്റെ ഘാതകരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസും ഗൂഢാലോചന നടത്തിയെന്ന SUCI നേതാക്കളായ എം ഷാജർഖാനും അഡ്വക്കേറ്റ് മിനിയും പ്രതികരിച്ചു. സമരത്തിന്റെ മുറ തീരുമാനിച്ചത് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ. ഞങ്ങൾ അവരെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്വാശ്രയ മാനേജ്മെന്റ് ഒരു ഘട്ടത്തിൽ ഗൂഢാലോചന നടത്തിയെങ്കിൽ അതിനെ മറയ്ക്കുവാൻ സർക്കാർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരാവശ്യത്തിന് DGP കാണാനെത്തിയ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ഹിമവൽ ഭദ്രാനന്ദ പറഞ്ഞു. കേസിന് ബലം കിട്ടാൻ വേണ്ടി തോക്കുസ്വാമിയെ കൂടെ ആക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, ശങ്കർ സിമന്റോ അതോ ഫെവിക്കോളോ വല്ലതും ആണോ ഈ തോക്കുസ്വാമി ബലം കിട്ടാൻ വേണ്ടി ഇതിലാക്കാൻ? ജയിൽ മോചിതരായ SUCI പ്രവർത്തകർക്ക് വിവിധ സംഘടനകളും പൗരാവകാശ പ്രവർത്തകരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്വീകരണം നൽകി. മീഡിയ 1 തിരുവനന്തപുരം. ജിഷ്ണു പ്രണോയ് കേസിലെ 4-ഉം 5-ഉം പ്രതികളായ CP പ്രവീണിനും ഡിബിനും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇവർക്കെതിരെ ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികളെ ജയിലിൽ അടയ്ക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ കോടതി അന്വേഷണ സംഘത്തെ വിമർശിക്കുകയും ചെയ്തു. ഇന്നോടൊപ്പം അതിഥികളായി എത്തുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരത്ത്, കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴക്കൻ തിരുവനന്തപുരം ബ്യൂറോയിൽ, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ ശ്രീ CR നീലകണ്ഠൻ തിരുവനന്തപുരത്ത്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് KS മധുസൂദനൻ കൊച്ചിയിൽ, SUCI നേതാവ് അഡ്വക്കേറ്റ് S മിനി തിരുവനന്തപുരത്ത്. അഡ്വക്കേറ്റ് KS മധുസൂദനൻ, തുടക്കത്തിൽ തന്നെ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, കേരളം ഒന്നാകെ ഏറ്റെടുത്ത് ഒടുവിൽ വിജയം കണ്ടു എന്ന് ജിഷ്ണുവിൻ്റെ കുടുംബാംഗങ്ങൾ ഒന്നാകെ മനസ്സിലാക്കിയെടുത്ത ഒരു സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്ന സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ചോദ്യം അർത്ഥമാക്കുന്നത് എന്താണ്? ഈ സമരം അനാവശ്യമായിരുന്നു എന്ന ഒരു ജനകീയ സമരം അതിൻ്റെ വിജയപാതയിലേക്ക് എത്തിയപ്പോൾ അത് അനാവശ്യമായിരുന്നു എന്ന് തിടുക്കത്തിൽ ഭരണാധികാരി തീരുമാനമെടുത്തതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? 2, 10 വ്യവസ്ഥകളടങ്ങുന്ന ഒരു കരാറിൻ്റെ പുറത്താണല്ലോ സർ ഈ ജനകീയ സമരം ഒരു ഒത്തുതീർപ്പിലേക്ക് ചെന്നെത്തിയത്. അതിൽ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട, ആ കരാറിലെ 10 വ്യവസ്ഥകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, കേസിലെ മറ്റ് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമെന്നും DGP ഓഫീസിന് മുന്നിലെ സംഭവത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കും എന്നുമാണ്. മുഖ്യമന്ത്രി പറയുന്നു ഈ സമരം അനാവശ്യമായിരുന്നുവെന്ന്. മറുഭാഗത്ത് കോടതിയിൽ നിന്ന് ഈ കേസ് നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾക്ക് ജാമ്യം നൽകി അവർ പുറത്തേക്ക് വരികയാണ്. കേസ് ഫലത്തിൽ ഇല്ലാതാകുന്നതിന് സമമാവുകയാണ്. ആ അർത്ഥത്തിൽ ഈ സമരം എന്തായിരുന്നു എന്നാണോ സർ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഈ 2 കാര്യങ്ങളെയും താങ്കൾ കാണുന്നത്? ഈ സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്ന പ്രസക്തമായ ചോദ്യം അദ്ദേഹം ചോദിക്കുമ്പോൾ തന്നെ അതിൽ അന്തർലീനമായ ഒരു വൈരുദ്ധ്യം ആദ്യമേ ചൂണ്ടിക്കാണിക്കട്ടെ. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനേക്കാൾ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അഡീഷണൽ DGPയെ നിയമിക്കുന്നത്. അപ്പോൾ ആ 10 കരാറുകൾ നിബന്ധനകളിൽ ഒന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉടൻ തന്നെ നടപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾക്കെതിരെ അറസ്റ്റിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ സത്വരമായി നടപ്പാക്കും എന്ന് പറയുമ്പോൾ തന്നെ ആ 10 നിബന്ധനകളിൽ ഒന്ന്, പ്രതികളെ അറസ്റ്റ് ചെയ്താലും അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ഞങ്ങളിനി സമരത്തിനൊന്നുമില്ല എന്ന് അവരോട് എഴുതി വാങ്ങിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ കാണേണ്ടത്, ഇന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞ ഒരു വിഷയം ശ്രദ്ധിച്ചു നോക്കുക.
ഈ 90 ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 95 96 ദിവസത്തിന് ശേഷവും ഈ കേസ് ആത്മഹത്യയല്ല എന്ന് പറയുന്നു. കൊലപാതകമല്ല, ആത്മഹത്യയല്ലെങ്കിൽ പിന്നീട് ജിഷ്ണുവിൻ്റെ മരണം എന്താണ്? സ്വാഭാവിക മരണമായിരിക്കാം. അപ്പോൾ ഈ കേസിന് സ്വാഭാവിക മരണം എന്ന രീതിയിൽ എഴുതിത്തള്ളാവുന്ന അവസ്ഥയിലേക്ക് വളരെ പ്രസക്തരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച കേസ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു സ്വാഭാവിക മരണമാണ് എന്ന രൂപത്തിൽ എഴുതി തള്ളാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണോ ഈ ഇത്രയും കാലഘട്ടത്തിൽ, ഇത്രയും കാലയളവിൽ പോലീസ് അന്വേഷിച്ച് നേടിയെടുത്തതിവിടെ? അന്വേഷണം കുറേയും കൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉത്സാഹം കാണിച്ച ബഹുമാന്യനായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും അറ്റോർണി ജനറലും എല്ലാം തന്നെ ഇതിന് മറുപടി പറയേണ്ടതായ ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ നോക്കുക, ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷവും ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾ വഴികൾ എവിടെ എത്തിയിരിക്കുന്നു? ആദ്യത്തെ ചോദ്യം, ഇത് കൊലപാതകമായിരുന്നുവോ? ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടുന്ന ആ തോർത്ത് ഇതുവരെ എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ആദ്യഘട്ടത്തിൽ തന്നെ കേസ് തേച്ചുമാച്ച് കളയാൻ വേണ്ടി ശ്രമിച്ച താഴേക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? ഈ സമരം അതിലേക്കുള്ള നോക്ക് ചൂണ്ടിക്കൂടിയാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അതാത് സ്ഥലത്ത്, അല്ലെങ്കിൽ ചിലരെയൊക്കെ ഒന്ന് സ്ഥലം മാറ്റി, അല്ലെങ്കിൽ ചിലതായിരുന്നു സസ്പെൻഡ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഒരു കൊലപാതക കേസിൽ അത് തേച്ചുമാച്ച് കളയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതാണ്ട് ജീവപര്യന്തം വരെ കിട്ടാവുന്ന ശിക്ഷയ്ക്കുള്ള ഒരു കുറ്റകൃത്യമാണ് അവർ കൂട്ടായി ചെയ്തിട്ടുള്ളത്. ഇത്രയും കാലത്തെ അന്വേഷണത്തിനെതിരെ ഒരു പോലീസുകാരൻ്റെ പോലും തൊപ്പിത്തെറിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇവിടെ വീണ്ടും ചോദിക്കേണ്ടതുണ്ട്, മുഖ്യമന്ത്രിയുടെ ചോദ്യം തന്നെ, എന്ത് നേടി സമരത്തിലൂടെ? എന്ത് നേടി സമരത്തിലൂടെ എന്ന് പറയുമ്പോൾ അടുക്കളകൾ അടച്ചിടുന്ന അമ്മമാരുടെ വലിയൊരു നിരയാണ് നമ്മളിവിടെ കണ്ടത്. ഭക്ഷണം അവർ ഉപേക്ഷിച്ചത് അവർക്ക് അജീർണമുള്ളതുകൊണ്ടായിരുന്നില്ല, അവരുടെ മക്കളുടെ വേദന കൊണ്ടായിരുന്നു അത്. അങ്ങനെ അമ്മമാരുടെ, അതായത് പാർട്ടി കുടുംബത്തിലേക്ക് വീണ്ടും വീണ്ടും പ്രജകളെ സൃഷ്ടിക്കുന്ന അമ്മയുടെ അടിവയറ്റിൽ തൊഴിച്ച ഒരു അമ്മയുടെ സമരമാണ് നമ്മൾ കണ്ടത്. ആ സമരം കേരളം ഏറ്റെടുക്കുകയായിരുന്നു. ആ ഏറ്റെടുത്തത് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നാം ഇവിടെ കാണേണ്ടത് ഈ അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് ആരെങ്കിലും വ്യാമോഹിക്കുകയാണെങ്കിൽ നമ്മുടെ അടിവരയിടേണ്ടിയിരിക്കും. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേസ് ഇവിടെ ഇല്ലാതാകുന്നു, വിഷ്ണുവിന്റെ മരണം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരം കിട്ടാതായിരിക്കുന്നു അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനൻ. അതുപോലെ തന്നെ ഒരു ഭരണകൂടം എങ്ങനെയാണ് ഒരു ജനകീയ സമരത്തെ ഇത്ര നിർവികാരതയോടുകൂടി സമീപിച്ചത് എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയായി ഇത് മാറുകയാണ്. സർക്കാർ കാക്ഷിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നാണോ ഈ കേസ് ഇല്ലാതാകുന്നതിലൂടെ, ഈ സമരത്തിൽ നിന്ന് എന്ത് നേടി എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നതിലൂടെ പുറത്തു വരുന്ന ഉത്തരം? മറ്റൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടായിരിക്കുന്നു. സാധാരണ നമ്മുടെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ബുദ്ധിജീവികളെല്ലാം പറയുക അടിയന്തരാവസ്ഥ നമ്മുടെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇവിടെ സർക്കാരിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഒരു അമ്മയെ വലിച്ചിഴക്കുകയോ അല്ലെങ്കിൽ അമ്മയ്ക്കെതിരെ പോലീസിന്റെ തേർവാഴ്ച നടക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ഷാജഹാൻ ചോദിക്കുമ്പോൾ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാക്കിക്കൊണ്ട് 120B-യും 353-ഉമെല്ലാം ഇട്ട് അവർക്ക് 5-7 ദിവസത്തോളം തടങ്കൽ പാളയങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത അടിയന്തരാവസ്ഥ നമ്മുടെ അകത്തളത്തിലെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ സർക്കാരിന് അല്ലെങ്കിൽ ഒരു സർക്കാരിന് ഇതിനപ്പുറം ഇനി ഒന്നും ചെയ്യാനില്ല, പരമാവധി ഈ സർക്കാർ ഈ കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും എന്തിനായിരുന്നു ഈ സമരം എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. പരമാവധി ചെയ്തതുകൊണ്ടാണോ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ കേരളം ഒന്നാകെ ഏറ്റെടുത്ത ഒരു സംഭവത്തിൽ ഒരു മരണത്തിൻ്റെ ദുരൂഹമായ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മുഴുവൻ പാഴാക്കി കളയുന്ന രീതിയിൽ അതിൽ പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം പുല്ലുപോലെ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായത്? പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ അനാസ്ഥ, അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ തെളിവുകൾ ശേഖരിച്ച് കോടതിയിലെത്തി കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കുന്നതിൽ വന്ന വീഴ്ചയെ എങ്ങനെ സാധൂകരിക്കും ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഈ സർക്കാർ? ഇവിടെ ജിഷ്ണു എന്ന് പറഞ്ഞ ഒരു കുട്ടി ഒരു സ്വാശ്രയ കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അയാളുടെ ദുരൂഹ മരണത്തെ സംബന്ധിച്ച് ആക്ഷേപം വന്ന് പരാതി വന്നപ്പോൾ തന്നെ ഗവൺമെൻറ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പോലീസ് ആ കേസ് കൈകാര്യം ചെയ്തതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്, വീഴ്ച വന്നവർക്കെതിരായ നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം,
ആ കുട്ടിയുടെ മാതാവായ മഹിജ മുഖ്യമന്ത്രിയെ വന്ന് കാണുകയുണ്ടായി. ഈ പോലീസിൻ്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല, വേണ്ടത്ര ഇത് നടക്കുന്നില്ല, പ്രതികൾ രക്ഷപ്പെടുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചെന്താ, അവരോട് പറഞ്ഞ അവരുന്നയിച്ച എല്ലാ ആവശ്യങ്ങളും മുഖ്യമന്ത്രി അംഗീകരിച്ചു. ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിക്കാനും ഇതിൻ്റെ പ്രതിപട്ടികയിൽപ്പെട്ടവരെ പിടിക്കാനുമുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിച്ചു. അവർ പറഞ്ഞു ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം, അഡ്വക്കേറ്റ് ഉദയഭാനുവിനെ. അതും ഗവൺമെൻറ് സാധാരണ നടപടിക്രമം ഒരു 2 മാസമെങ്കിലും എടുക്കും ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച് കിട്ടാൻ. അതെല്ലാം മറികടന്നുകൊണ്ട് അടിയന്തരമായി നിയോഗിച്ചു. അതിലെ പ്രധാന പ്രതി, 1-ാം പ്രതി എന്ന് പറയുന്ന കൃഷ്ണദാസ്, അയാൾ വലിയ പ്രമാണിയാണ്. ആ പ്രമാണിയെ അറസ്റ്റ് ചെയ്യാൻ നടപടി സ്വീകരിച്ചപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. ആ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടും അയാൾക്കെതിരായി അറസ്റ്റ് നടപടി സ്വീകരിച്ചപ്പോൾ ഹൈക്കോടതി ആ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരോട് പറഞ്ഞതിൻ്റെ എല്ലാം തൊപ്പി പോകും, എന്നും ഈ ഗവൺമെൻറ് തന്നെ ഇരിക്കുമെന്നുള്ള ധാരണ വേണ്ട എന്ന നിലയിൽ ഹൈക്കോടതി അവരെ പോലീസിനെ ശാസിക്കുണ്ടായി. ഗവൺമെൻറ് എന്നിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി അപ്പീൽ പോയിട്ട് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ആ മനുഷ്യനെ, ആ വലിയ പ്രമാണിയെ ഈ ഗവൺമെൻറ് വേറൊരു കേസിൽ പ്രതിയാക്കി 3 ദിവസമെങ്കിലും ജയിലിലടച്ചു. ആ ജയിലടച്ചതിനെ സംബന്ധിച്ചും കോടതി 3 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ജാമ്യം കൊടുത്തു. ബാക്കിയുള്ള പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു. ആ ടീമിൻ്റെ പരിശോധനയുടെ ഫലമായി ഒരു 2-ാം പ്രതിയെ കഴിഞ്ഞ ദിവസം പിടിച്ചുകൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ കോടതിയുടെ സമീപനം എന്താ? ആ പ്രതിക്ക് ജാമ്യം കൊടുത്തു. മാത്രമല്ല, ഇനി കിട്ടാനുള്ള പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. എന്നിട്ട് പറയുകയാണ് കേരളത്തിൽ അങ്ങനെ നടക്കുന്നതിനെതിരെ അതിശക്തിയായ വിമർശനം കോടതി കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഈ സമരം ഈ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർക്ക് മൂക്കും കണ്ണും ഇല്ലാത്തവരാ? കേരളം മുഴുവൻ ഇളകി മറിഞ്ഞ എന്ന് നിങ്ങൾ പറയുന്ന പോലുള്ള ഈ സമരത്തിൽ ഇതൊരു മാതാവിൻ്റെ ദുഃഖവും അവർ 3 മാസമായി ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നതും കേരളത്തിലെ ജനങ്ങളൊക്കെ അവരുടെ ഒപ്പം നിൽക്കുന്നതും കാണാൻ കണ്ണില്ലാത്തവരാ ജഡ്ജിമാർ? മൂക്കില്ല, ഇത് മുദ്രാവാക്യം കേൾക്കാൻ കാതില്ലാത്തവരാ ജഡ്ജിമാർ? അവരെടുത്തിരിക്കുന്ന സമീപനം എന്ത്? ഈ പ്രതികളെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു സമീപനമല്ലേ എടുത്തിരിക്കുന്നത്? അതിൽ നിങ്ങൾ പറയും ഈ പോലീസ് തയ്യാറായി കൊടുത്ത FIRന്റെ കുഴപ്പമാണ് കുറ്റം ആണെങ്കിൽ ആ പോലീസിനെ ശിക്ഷിക്കണ്ടേ? അതിനും ജഡ്ജിക്ക് അവകാശമുണ്ടല്ലോ. ഓരോ കേസിലും പോലീസ് എടുക്കുന്ന നിലപാടുകൾ തെറ്റാണെങ്കിൽ. എന്നിട്ട് ഇന്ന് കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സമരം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായില്ലേ, ഒരാളെയും ശിക്ഷിക്കില്ല, സാക്ഷിമൊഴികളൊന്നും സ്വീകരിക്കാവുന്നതല്ല, ആ പയ്യൻ എഴുതി വെച്ച ആത്മഹത്യ കുറിപ്പ് അത് സ്വീകാര്യമല്ല, മാനേജ്മെന്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എന്തെല്ലാം പറഞ്ഞ് ഈ പ്രതികളെ സാക്ഷിമൊഴികൾ സ്വീകരിക്കില്ല. ആ എഴുതിയിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പിൽ ഒരു ആത്മഹത്യാ പ്രേരണ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ല. അത് തെളിയിക്കാൻ പാകത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. ജിഷ്ണുവിന്റെ മരണം കൊലപാതകവുമല്ല. നേരത്തെ ശ്രീ ഉദയഭാനു പറഞ്ഞതുപോലെ, ക്ഷമിക്കണം, ശ്രീ അഡ്വക്കേറ്റ് KS മധുസൂദനൻ പറഞ്ഞതുപോലെ ഇതൊരു ആത്മഹത്യയുമല്ല കൊലപാതകവുമല്ല. അപ്പോൾ പിന്നെ ജിഷ്ണുവിന്റെ മരണം എന്താണ്? ഇവിടെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഇതെല്ലാം കാണാനും മനസ്സിലാക്കാനും കോടതിക്ക് കണ്ണില്ലേ, കോടതിക്ക് ഒരു മനസ്സില്ലേ എന്നാണ്. അങ്ങനെ കോടതി കൊടുക്കുന്ന പഴുതുകളിലൂടെ പുറത്തു വരുന്നവരെ പേരിൽ എന്തിനാണ് ഈ സർക്കാരിനെ ക്രൂശിക്കുന്നതെന്നാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, പ്രതിപക്ഷം എങ്ങനെയാണ്? ഞാൻ ശ്രീ ബഹുമാന്യനായ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അതെനിക്ക് തോന്നുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം താഴേക്ക് വിശദീകരിക്കാനായി തയ്യാറാക്കിയ ഒരു സർക്കുലറായിരിക്കും അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താ ഈ പറയുന്നത്? കോടതികൾക്ക് മുമ്പിൽ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന FIRലും അവർ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത്. ആ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന് നോക്കിയിട്ടാണ് കോടതികൾ ചെയ്യുന്നത്. അതല്ലാതെ കോടതിയുടെ തലയിലേക്ക് പഴി വെച്ചുകൊണ്ട് കോടതിക്ക് കണ്ണില്ലേ കാലില്ലേ എന്ന് ചോദിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോവുക. ഇവിടെ എത്രയോ കോടതിയാണോ ഈ DGP ഓഫീസിൻ്റെ മുൻപിൽ എത്രയോ ആ പരസ്യമായിട്ട് ആ അമ്മയെ ചവിട്ടുകയും ആ കൂട്ടത്തിൽ വന്ന ആളുകളെ മുഴുവൻ വലിച്ചെറിയുകയും ആ പ്രദേശത്ത് സാന്ത്വനിപ്പിതരായി പോയ ആളുകളുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുകയും ചെയ്തത് കോടതിയാണ്. കോടതിയും രാജ്യവും ഈ രാജ്യത്ത് നിയമവും നിലനിൽക്കുന്നത് കൊണ്ടാണ് അവർക്കൊക്കെ ഇന്ന് ജാമ്യം കിട്ടിയത്. 6-ാം ദിവസം 5-ാം ദിവസമാണെങ്കിലും ഷാജഹാനും ഷാജിർ ഖാനൊക്കെ ഇന്ന് ജാമ്യം കിട്ടിയിട്ടുള്ളത് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഈ നാടിന് വീണ്ടും വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കാരണം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ അവരുടെ പേരിൽ കള്ളക്കേസ് ചുമത്തി അവരെ ജയിലിലിട്ടപ്പോൾ കോടതി വളരെ സത്യസന്ധമായി കൃത്യമായ നിലപാട് സ്വീകരിച്ചു.
അതുതന്നെയാണ് മറ്റേ കാര്യത്തിൽ സംഭവിച്ചത്. ഈ കേസ് 3 മാസമായി എങ്ങനെയൊക്കെ ഉഴപ്പാൻ കഴിയുമോ, ഏതൊക്കെ തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ അതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഈ സർക്കാരും ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ നിർദ്ദേശപ്രകാരം പോലീസും ചെയ്തത്. അതവർക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ ആ പാർട്ടി കുടുംബം, CPM-മായി ഇത്രയധികം അഭേദ്യമായി ബന്ധമുള്ള കുടുംബം, കഴിഞ്ഞ വിഷുവിന് കണി കാണാൻ ആ ജിഷ്ണു എന്ന പയ്യൻ കണി കണ്ടത് ശ്രീ പിണറായി വിജയൻ്റെ പടമാണെന്നാണ് പറയുന്നത്. അത്രമാത്രം പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു കുടുംബം ആത്മവേദനയോടെ ഇവിടെ സമരത്തിന് വരണമെങ്കിൽ ഇതിനകത്ത് പോലീസ് വളരെ ഗുരുതരമായ വീഴ്ച നടത്തുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അതല്ലാതെ കോടതി അതിന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയൊക്കെ സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അവരുടെ മുമ്പിൽ വരുന്ന പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയൂ. റിപ്പോർട്ടിനകത്തൊന്നുമില്ലാതെ ആരുടെയെങ്കിലും അവർ മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും മുൻകൂർ ജാമ്യം കിട്ടിയെന്നിരിക്കും. പക്ഷേ അവിടെയാണ് ജിഷ്ണുവിന്റെ മരണവും അതിന്റെ കാരണക്കാരെന്ന് പൊതുമനസാക്ഷി സംശയിക്കുകയും ചെയ്യുന്നവരുടെ ഇപ്പോഴവർക്ക് ലഭിച്ചിട്ടുള്ള ജാമ്യവും ജിഷ്ണുവിന്റെ അമ്മ മഹിജയും ബന്ധുമിത്രാദികളും നടത്തിയ സമരവും അതിനെ പോലീസ് കൈകാര്യം ചെയ്ത രീതിയും അതിനോട് അന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ച സംഭവങ്ങളും എല്ലാം കണ്ട കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സമരം അനാവശ്യമായിരുന്നുവെന്നാണ്. ഈ സമരം കൊണ്ട് എന്ത് നേടിയെന്നാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയ കരാർ സംബന്ധിച്ച് പോലും അദ്ദേഹം വളരെ വിചിത്രമായ രീതിയിലാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പാർട്ടിയുടെ കേന്ദ്ര ഇടപെടൽ ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഇടപെടലല്ല ഉണ്ടായത്. സീതാറാം യെച്ചൂരി ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ കാണാനെത്തിയ ഒരു അഭിഭാഷകനോട് കാര്യങ്ങൾ വിശദീകരിച്ച് ഫോണിൽ ബന്ധപ്പെടുകയല്ലാതെ മറ്റ് ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ്. എന്താണ് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് പറഞ്ഞ് ന്യായീകരിച്ച് നിൽക്കാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? മഹിജയുടെ സമരത്തെയും ജിഷ്ണുവിൻ്റെ മരണവും കൈകാര്യം ചെയ്ത രീതി ഒരു ഭരണാധികാരിക്ക് ചേർന്ന, ഒരു സർക്കാരിന് ചേർന്ന രീതിയിലാണോ? എന്തൊക്കെയാണ് അതിലുണ്ടായിട്ടുള്ള പാകപ്പിഴകൾ? ശ്രീ CR നീലകണ്ഠൻ, ഈ സംഭവ വികാസങ്ങളെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ താങ്കൾ മനസ്സിലാക്കും? മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത് ജിഷ്ണുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായി ആരും കേരളത്തിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ആനത്തലവട്ടം ആനന്ദൻ സഖാവ് പറഞ്ഞതിന് ജോസഫ് വാഴക്കൻ മറുപടി പറഞ്ഞു. ഞാൻ ഈ കേസിൻ്റെ തുടക്കം മുതൽ നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത പോസ്റ്റ്മോർട്ടം മുതൽ ജിഷയുടെ കേസിൽ എന്തൊക്കെ പരാതി ഉണ്ടോ അതിനേക്കാൾ ഭീകരമായ പരാതി ഇക്കാര്യത്തിലുണ്ടായി, തെറ്റുകളുണ്ടായി. പോസ്റ്റ്മോർട്ടം, അതുപോലെ ഇൻക്വസ്റ്റ്, പ്രതിയുടെ ബോഡിയിലുണ്ടായിരുന്ന മാർക്ക് രേഖപ്പെടുത്താതിരിക്കൽ, ഇപ്പോഴും ആ തോർത്തുമുണ്ട് കിട്ടിയിട്ടില്ല. ഇടിമുറിയും മരണം നടന്ന മുറിയും പല ദിവസം തുറന്നിട്ടു, അവിടെ കഴുകാൻ സമയം കൊടുത്തു. ആദ്യം ഇത് അന്വേഷിച്ച ഇപ്പോൾ അഡ്വക്കേറ്റ് മസൂദിൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ കേസിൻ്റെ ഏറ്റവും പ്രധാന തെളിവ് വരുന്നത് ഏറ്റവും ആദ്യത്തെ ആ സൈറ്റാണ്. ആ സൈറ്റും പോസ്റ്റ്മോർട്ടവും അടക്കം അട്ടിമറിക്കപ്പെട്ടു. നമുക്കറിയാം, കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികളെ മുൻകൂർ ജാമ്യം വരുന്നതിന് മുമ്പ് ഇവർക്ക് അറസ്റ്റ് ചെയ്യായിരുന്നു. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യായിരുന്നു. ഇവിടെ ഞാൻ ഇതുപോലുള്ള ഒരു ചാനൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ മഹിജയുടെ അമ്മയും അച്ഛനും നിരാഹാരമിരിക്കും പാമ്പാടി കോളേജിന് മുമ്പിൽ എന്ന വാർത്ത വന്ന ഉടനെയാണ് അതായത് ജനുവരി 6-നുണ്ടായ മരണത്തിൽ ഫെബ്രുവരി 14-നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ FIR ഇടുന്നത്, വെച്ചാൽ 36 ദിവസം കഴിഞ്ഞ്. എന്നിട്ട് പറയുന്നു മറ്റന്നാൾ അവരെ അറസ്റ്റ് ചെയ്യും. ഈ ക്രിമിനൽ കേസ് പ്രതികളെ മറ്റന്നാൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? മറ്റന്നാൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതോടുകൂടി അവർക്ക് നല്ല ചാൻസാണ്. ശരിക്കും ക്രിമിനൽ കേസ് പ്രതികളെ FIR ഇട്ടാൽ അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പോയി റിമാൻഡ് വാങ്ങി അറസ്റ്റ് ചെയ്യാൻ ഒരു ദിവസം പോലും എടുക്കാറില്ല. കാരണം ആ പ്രതികളോടൊട്ട് പറയില്ല, മീഡിയയിൽ പറയില്ല, പബ്ലിക്കിൽ പറയില്ല. അവിടെ നിന്ന് തുടങ്ങുന്നതിൻ്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്. അവർ മുൻകൂർ ജാമ്യത്തിന് പോകുന്നു. കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്, മുൻകൂർ ജാമ്യം ഇല്ലാതിരുന്ന കാലത്ത് ഇവരെ എന്തേ അറസ്റ്റ് ചെയ്യാതിരുന്നത്? ജനുവരി 6 കഴിഞ്ഞിട്ട് ഇത്രയും കാലം എന്തേ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്ന ചോദ്യത്തിന് ഒരു മറുപടിയില്ല. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു, ഇവർക്ക് എല്ലാ സമയവും കൊടുക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞു ഗവൺമെൻറ് അത് ചെയ്തു, ഗവൺമെൻറ് ചെയ്തു. ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നതല്ലല്ലോ വിഷയം. അന്തിമമായി ആ അമ്മയ്ക്ക്, ആ കുടുംബത്തിന്, ആ കുട്ടിയുടെ ജീവന് നമുക്ക് നീതി കൊടുക്കാനായോ എന്നുള്ളതാണ്. 96 ദിവസം കഴിയുമ്പോഴും ഒരു നീതിയും കൊടുക്കാറായിട്ടില്ല. പിന്നെ കോടതിയെ പറ്റി പറഞ്ഞതിന് ഒരു സൈഡ് കമൻ്റ് ഉണ്ട് എനിക്ക്. പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതും ഒരു കോടതി വിധി വഴിയാണ്.
അപ്പോൾ ആ കോടതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണോ അതിങ്ങനെ രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇവിടെ വളരെ കൃത്യമായി ഇവരെ രക്ഷിക്കാനുള്ള എല്ലാ പണിയും ചെയ്തു അതാണ് മുഖ്യമന്ത്രി ചോദിച്ചതിനർത്ഥം. നിങ്ങൾ ഇനി എന്തിന് സമരം ചെയ്യണം? നിങ്ങൾ സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും എൻ്റെ ഗവൺമെൻറ് ഇവരെ ശിക്ഷിക്കാൻ കഴിയുന്ന ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല എന്ന പരസ്യമായ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി. മാത്രമല്ല, ഇത്ര വലിയ സംഭവങ്ങൾ ഉണ്ടാവുകയും DGP ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതി നമ്മൾ എല്ലാവരും കണ്ടതാണ്. അവിടെയും ഇപ്പോഴുണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് DGP ഓഫീസിന് മുന്നിലെ സംഭവത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ കേസിൽ വേണ്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രാഥമിക വിവരാന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പഴുതുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി അതിൽ സുതാര്യത വരുത്തുമെന്നും എന്നെല്ലാമുള്ള വ്യവസ്ഥകളടങ്ങിയ കരാർ ഉണ്ടായ ശേഷവും ഇപ്പോഴും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തതും ജിഷ്ണു കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യത്തെയും താങ്കൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് കോടതിയെയാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി നിന്ന സാമൂഹ്യ പ്രവർത്തകർക്ക് ചുമത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ നേരത്തെ അഡ്വക്കേറ്റ് ശ്രീ മധുസൂദനൻ ആ കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അവിടെയും സർക്കാരിന് ഉത്തരമില്ല. അവിടെ വ്യക്തിവൈരാഗ്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് KM ഷാജഹാനെ പോലുള്ളവർ പറയുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ചിന്തിക്കും, ഏത് നിലയ്ക്കാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്, എന്താണ് ഈ സർക്കാരിൻ്റെ അജണ്ട, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇടപെടൽ നടത്തുന്നത്, പോലീസിന് എന്തുകൊണ്ടാണ് ഈ സർക്കാർ നിരന്തരം ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ കൃത്യമായ ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയാ. മറുപടി തൃപ്തികരമായ മറുപടി പറയാൻ കഴിയാതെ പോകണമെന്ന് ആങ്കർ തന്നെ തീരുമാനിച്ചാൽ നിങ്ങൾ ഗോളടിക്കരുത്, റഫറിയാണ്. ഞങ്ങളിവിടെ ഇരിപ്പുണ്ട്, ഇടതും ലെഫ്റ്റും റൈറ്റും സെൻറ്ററും ഒക്കെ. ആങ്കർ അങ്ങൊരു ഉത്തരം കൂടെ കണ്ടെത്തിക്കളയരുത്. ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നോട് ചോദ്യമാണെങ്കിൽ ചോദ്യരൂപനാകണം, അല്ല കഴിയാതെ വരുന്നു എന്ന് കണ്ടെത്തരുത്. സ്വാശ്രയ മാനേജ്മെൻറ്റ് കോളേജുകളിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഗവൺമെൻറ് ഒന്നതിന് ശേഷം ഉണ്ടായതല്ല സ്വാശ്രയ മാനേജ്മെൻറ്റ് കോളേജുകൾ. അത് ഉണ്ടാക്കിയെടുത്തല്ല, അന്ന് തന്നെ ശക്തിയെ എതിർത്തവരാണ് ഞങ്ങൾ. അവിടെ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഗവൺമെൻറ് എടുക്കേണ്ട നടപടികൾ, അവിടെ ഈ ജിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ കൊല ചെയ്യപ്പെട്ടതിന് ഉത്തരവാദി പിണറായി വിജയനാണോ? ഈ ഗവൺമെൻറ്റാണോ? അല്ലല്ലോ. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് മുമ്പിൽ വന്ന് പോലീസിൻ്റെ ഭാഗത്ത് ആ കേസ് ചാർജ് ചെയ്തതിലോ തെളിവുകൾ ഉണ്ടാക്കുന്നതിലോ തെളിവ് നശിപ്പിക്കുന്നതിലോ വീഴ്ച ഉണ്ടെങ്കിൽ അതടക്കം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായല്ലോ. അവരെ വെച്ചിട്ട് ചെയ്തവരെ മാറ്റിയിട്ട് പുതിയ ടീമിനെ വെച്ചല്ലോ. അതിനു പുറമെ അവർ ആവശ്യപ്പെട്ട പ്രോസിക്യൂട്ടറെ വെച്ചല്ലോ. ഈ കാര്യമെല്ലാം ഒരു ഗവൺമെൻറ് ചെയ്തില്ലേ? ഗവൺമെൻറ് എന്താണ് ഈ കാര്യത്തിൽ വന്ന് വരുത്തിയ വീഴ്ചയെന്ന് നിങ്ങൾ പറയൂ. ഇന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി കണ്ടില്ലേ? അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ നടപ്പാക്കിയത്? അതിന് ശേഷവും ഏതെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാമല്ലോ. പോലീസ് ഈ DGP ഓഫീസിന് മുമ്പിൽ പോകുന്നതൊക്കെ ഈ കുറ്റവാളികളെ കണ്ടെത്തിയില്ല, പിടിക്കുന്നില്ല എന്നതിൻ്റെ ആക്ഷേപം പറഞ്ഞിട്ടല്ലേ പോണത്. ആ കുറ്റവാളികളെ പിടിക്കാൻ നടപടിയെടുക്കുമ്പോൾ എന്താ നമ്മുടെ രാജ്യത്തെ കോടതി എടുത്തിരിക്കുന്ന നിലപാട്? അതിനകത്തുള്ള ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി പോലീസ് ചാർജ് ചെയ്ത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മുൻകൂർ ജാമ്യം കൊടുക്കാൻ നടപടി സ്വീകരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ മുമ്പിലാണ് സമരം വേണ്ടിയിരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവന്നു. ആ വിധിക്കെതിരെ കേരളത്തിലെ തൊഴിലാളികൾ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് പോയി. സുപ്രീം കോടതി വരെ പോകാൻ വണ്ടിക്കൂലി ചേർത്ത് പോകാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് എന്താ പോയത്? തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായി ഉള്ളതല്ലേ? പണിയെടുത്തിരുന്നവൻ്റെ പണി ഇല്ലാതാക്കി എന്ന ഒരു വിധി കൊണ്ടുവന്ന് ആ കോടതിയുടെ വിധിയിൽ ആ തൊഴിലാളി എങ്ങനെ ജീവിക്കണമെന്ന് കൂടെ പറയണ്ടേ? പറയാത്ത വിധി വന്നതിനെതിരായി കോടതിയുടെ മുമ്പിലാണ് ഞങ്ങൾ സമരത്തിന് പോയത്. തൊഴിലാളികൾ അതെ, ആ ബാറിൻ്റെ കാര്യത്തിൽ ബാറുടമകൾക്ക് ബാർ കൊടുക്കണോ വേണ്ടേ ഇരുന്ന് പ്രവർത്തനത്തിനൊക്കെ മാറ്റുക നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പണിയെടുത്ത തൊഴിലാളി, വർഷങ്ങളായി പണിയെടുക്കുക തൊഴിലാളി എങ്ങനെ വായു ഭക്ഷിച്ച് ജീവിക്കുമോ? ശ്രീ ആനന്ദൻ, ഈ സമരത്തിന് എന്തെങ്കിലും, ഈ സമരം എന്തിനു ചെയ്തു എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ താങ്കൾ പറയുന്നത് ഈ സമരം ചെയ്യേണ്ടത് ഹൈക്കോടതിക്ക് മുന്നിലായിരുന്നുവെന്നാണോ? അതെ, എൻ്റെ അഭിപ്രായം അതാണ്. എൻ്റെ അഭിപ്രായം അതാണ്. കാരണം പിടിക്കുന്നവരൊക്കെ വിടുന്നു, മേലാ പിടിക്കരുതെന്ന് പറയുക, പിടിച്ച പോലീസുകാരോട് പറയണം നിന്റെ തൊപ്പി പോകുമെന്ന് പറയുക. ഇവിടെ ഒരു കോടതി ഉണ്ട്, മന്ത്രിമാർ പറയുന്നത് നീ കേട്ടാൽ ഈ ഗവൺമെൻറ് അങ്ങ് പോകും, പോയി കഴിഞ്ഞാൽ നിന്റെ തൊപ്പി കാണില്ല എന്നെല്ലാം ഒരു കോടതി പറയല്ലേ? എന്നിട്ട് ഈ കേസിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു അക്ഷരം മിണ്ടിയോ? വീഴ്ച വരുത്തിയെന്ന് പറയുന്നവർക്കെതിരായി. അപ്പം കോടതി ആരെ സംരക്ഷിക്കും? അഡ്വക്കേറ്റ് KS മധുസൂദനൻ, താങ്കൾ കൊടുക്കുമല്ലോ ആനത്തലവട്ടം ആനന്ദനുള്ള മറുപടി. ഇവിടെ ഒരു വിഷയം, കോടതി കൃഷ്ണകുമാറിന് കൊടുത്ത ജാമ്യം
ആ ജാമ്യത്തിൻ്റെ ഉത്തരവ് എനിക്ക് തോന്നുന്നു ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പരിശോധിച്ചിട്ടുണ്ടാകും. ആ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ പോകുമ്പോഴും അതിന് ചലഞ്ച് ചെയ്യാൻ കഴിയാവുന്ന ഒരു ഗ്രൗണ്ടും അതിനകത്ത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയത്ത് ഈ കേസിൽ ആദ്യമേ സംശയിക്കുന്നത് പോലെ ജിഷ്ണു കൊല ചെയ്യപ്പെട്ടതാണെന്നും ആ കൊലപാതകത്തിൽ കൃഷ്ണകുമാറിന് ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന രൂപത്തിൽ ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വരുത്തുകയായിരുന്നുവെങ്കിൽ, എന്ന് വാദിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജാമ്യത്തിനുള്ള സാധ്യത വിരളമാകുമായിരുന്നു. കാരണം ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒന്ന് തൂക്കിയതാണെങ്കിൽ ആ തൂക്കിയതിൻ്റെ ലാഷ് കാണണമല്ലോ, ആ തോർത്ത്, ആ ഊരാക്കുടുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കണ്ടെത്താൻ കഴിയുമായിരുന്ന ചോരത്തുള്ളികൾ 1 മാസം കഴിഞ്ഞപ്പോൾ കണ്ടെത്തുകയാണ്. പോസ്റ്റ്മോർട്ടം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു PG സ്റ്റുഡൻ്റാണെന്ന് പറയുന്നു. ഇൻക്വസ്റ്റിലോ പോസ്റ്റ്മോർട്ടത്തിലോ പരിക്കുകൾ രേഖപ്പെടുത്താൻ വിമുഖത കാണിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഇത് ആരൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും. നമ്മളിപ്പോൾ ജിഷ കേസ് പരിശോധിക്കുമ്പോൾ ആരും പോലുമില്ലാത്ത ഒരു പെൺകുട്ടി 4-5 ദിവസം പോലീസ് ഗൗനിക്കുന്നില്ല. ഒരു പട്ടിക്കുട്ടി ചത്ത ലാഘവത്തോടെ പോലീസ് ആ കേസെടുക്കുന്നു. ഇവിടെ മറിച്ചാണ്. ഇവിടെ പ്രബലരായ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ മരിച്ച ആൾ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും പോലീസ് കാണിക്കുന്ന ആ ഉപേക്ഷ അത് ഒരു വിലക്ഷണം പിടിച്ച ഉപേക്ഷ തന്നെയാണ്. കാരണം അത് ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് അരിയാഹാരം കഴിക്കും നമുക്കെല്ലാം മനസ്സിലാകും. ഇതാണ് കാണേണ്ടത്. എന്നിട്ടോ ഈ സമരത്തെ ആരെങ്കിലുമെല്ലാം അനുകൂലിക്കുകയാണെങ്കിൽ SUCI പോലുള്ള സംഘടനകളെ നാളെ ഇനി UAPയുടെ പരിധിയിലേക്ക് കൊണ്ടുവരാം, അതൊരു ഭീകര സംഘടനയാണെന്ന് പറയാം. അതുകൊണ്ടാണല്ലോ അവർ റാഞ്ചി കൊണ്ടുപോയത് എന്ന രൂപത്തിലൊക്കെ പറയുന്നത്. കാരണം ഷാജഹാൻ എന്ന് പറയുന്ന അദ്ദേഹം ചെയർമാനാണ്. അദ്ദേഹം ചെയർമാനായിട്ട് ഈ രംഗത്ത് സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതേപോലെ ഷാജഹാൻ നമ്മുടെ സായാഹ്നങ്ങളെ വളരെ തലച്ചോറിന് എന്തെങ്കിലും വിഭവങ്ങൾ നൽകുന്ന രൂപത്തിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇടതുപക്ഷ ചിന്തകരാണ്. അത്തരത്തിലുള്ള ആളുകളെ നിങ്ങളെന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ഗൂഢാലോചനയാണെന്ന് പറയുക. എന്നിട്ട് 120B, എന്നിട്ടോ പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയെന്ന് പറയുക. നിങ്ങളൊന്ന് ആലോചിക്കുക, എങ്ങനെയാണ് പോലീസിൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക? അതിന് ബലപ്രയോഗം വേണം, അസോൾട്ട് വേണം. ഏത് രീതിയിലുള്ള അസോൾട്ടാണ് ഇവിടെ പോലീസുകാർക്കെതിരെ ഷാജഹാനും മിനിയും എല്ലാം നടത്തിയിട്ടുള്ളത്? ഏത് രീതിയിലുള്ള ഇപ്പോൾ നേരത്തെ തന്നെ കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്, 10 കണ്ടീഷനിൽ ഈ പറയുന്ന മിനിയും മറ്റ് 2 പേരും ശ്രീകുമാറും ഷാജഹാനും അവർ യാതൊരു വിധത്തിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്ന മഹിജയുടെ എല്ലാം ആ എന്താ പറയുക അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിച്ചുകൊണ്ടാണ് ആ 10 കൽപ്പനകൾ വരുന്നത് തന്നെ. അപ്പോൾ പിന്നെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ആരാണ്? ഷാജഹാൻ ആരുമായിട്ടായിരിക്കണം? തോക്കുസ്വാമിയായിട്ടാണോ? അല്ല. കാരണം തോക്കുസ്വാമി ഇവരെല്ലാം കൊണ്ടുപോയതിന് ശേഷം മാത്രം വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തോക്കുസ്വാമി ഈ ഒരു വിഷയത്തിന് വേണ്ടിയല്ല അവിടെ വരുന്നത്. അപ്പോൾ ഷാജഹാനോട് മാത്രമായിട്ട് ഗൂഢാലോചന നടത്തിയെന്നാണോ നമ്മളെല്ലാം വിശ്വസിക്കേണ്ടത്? ഇവിടെ കാണേണ്ടത് 120B-യോ 353 IPC-യോ ഒട്ടും നിലനിൽക്കാത്ത അവസ്ഥയിൽ അവരെ ഒരാഴ്ചയെല്ലാം അകത്തിടാവുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് കേരളം ഒരു അനൗദ്യോഗിക അടിയന്തരാവസ്ഥയുടെ നിഴലിലാണ്. DGP ഓഫീസിന് മുന്നിൽ സമരത്തിൽ ഗൂഢാലോചന ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് വിട്ടയക്കപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരായ 5 പേരിൽ ഉൾപ്പെട്ട SUCI നേതാവ് ES മിനി കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. ശ്രീമതി മിനി, DGP ഓഫീസിന് മുന്നിൽ സമരം നടത്തിയാൽ പോലീസുകാർക്ക് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അതാണ് അവർ ചെയ്തതെന്നാണ് താങ്കൾ ഉൾപ്പെടെ 5 പേരെ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതിന് ഇന്ന് മുഖ്യമന്ത്രി നൽകിയ ന്യായീകരണം. അതിനുള്ള മറുപടിയിൽ നിന്ന് തുടങ്ങാം. യഥാർത്ഥത്തിൽ DGP ഓഫീസിന് മുന്നിൽ ഒരു സമരം നടത്തിയിട്ടില്ല. അവിടെ സുബ്രഹ്മണ്യ ഹാളിൻ്റെ മുന്നിലേക്ക് ഫുട്പാത്തിലൂടെ നടന്നു വന്ന ഞങ്ങളെ പോലീസ് തടയുകയായിരുന്നു. ആ തടഞ്ഞ ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് DGPയെ കാണാൻ അവസരം തരാം, അതല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ജിഷ്ണുവിൻ്റെ അമ്മാവനും പറഞ്ഞത്, ഞങ്ങൾ 14 പേർ നാട്ടിൽ നിന്നും ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട്, റിസർവ് ചെയ്ത് വന്നിട്ടുണ്ട്, രക്തബന്ധമുള്ള ആളുകൾ. ഞങ്ങളെ മാത്രം നിങ്ങൾ ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറ്റിയ ശേഷം പൊതുജനങ്ങൾക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് ഇരുത്തുകയും 5 or 6 പേരെ മാത്രം DGPയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു ആക്രമണം ഉണ്ടായത്. വളരെ ഏകപക്ഷീയമായാണ് പോലീസ് ഞങ്ങളുടെ പുറത്തേക്ക് പോലീസുകാരെ തന്നെ മറിച്ചിട്ടത്. അമ്മ വീണ് പോവുകയായിരുന്നു. ഇങ്ങനെ തുടങ്ങി പിന്നീട് കാണുന്ന ദൃശ്യങ്ങൾ, മാധ്യമങ്ങൾ അതിന് സാക്ഷിയാണ്.
മാധ്യമങ്ങൾ ഈ 5 ദിവസവും ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി പറയുന്നത് പോലെ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കുകയായിരുന്നില്ല എന്നുള്ള ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. പിന്നെ ഗൂഢാലോചന, ഇപ്പോൾ വീണ്ടും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി ഈ ശേഷം ഇപ്പോൾ അറസ്റ്റ് കഴിഞ്ഞു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഞങ്ങൾക്ക് ഇനി എന്തൊക്കെ ഗൂഢാലോചന നടത്തി ജിഷ്ണുവിൻ്റെ കുടുംബവുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുവാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഗൂഢാലോചന നടത്തിയത് സ്വാശ്രയ മാനേജ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റ അപഹാസ്യമാണ്, പരിഹാസ്യമാണ് സർക്കാരിൻ്റെ നടപടി. പറയുന്ന ഓരോ വാക്കുകളും ഈ കുടുംബത്തെ മാത്രമല്ല ഈ കേരള സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിലാണ് ഉത്തരവാദപ്പെട്ട ആളുകൾ, അത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമരം ചെയ്യുമ്പോൾ അറസ്റ്റ് ഉണ്ടാകും, ജയിലുണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്, തീർച്ചയായിട്ടും ഉണ്ടാകണം. പക്ഷേ ആ അറസ്റ്റിന് കാരണമായ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കുവാനും അത് തെറ്റായ നടപടി ആയിരുന്നെങ്കിൽ അത് തിരുത്തുവാനുള്ളൊരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം. ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയവരാണല്ലോ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ. മുഖ്യമന്ത്രി ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയില്ലേ? ഈ സമരത്തിന് സർക്കാർ ഉത്തരവാദിയല്ല, ഈ സമരം കൊണ്ട് എന്ത് നേടി എന്ന ചോദ്യം. 2, ഏത് കാര്യത്തിലാണ് സർക്കാർ വീഴ്ച വരുത്തിയിട്ടുള്ളത്? ഈ 2 കാര്യങ്ങൾക്ക് ഉത്തരം വരുമ്പോൾ ആ സമരത്തിനോട് എന്തുകൊണ്ട് നിങ്ങൾ ഐക്യപ്പെട്ടു എന്നതിനുള്ള ഒരു ഉത്തരമാകുമല്ലോ. അതെ, 90 ദിവസം കഴിയുമ്പോഴാണ് ജിഷ്ണുവിൻ്റെ കുടുംബം തിരുവനന്തപുരത്തേക്ക് സമരവുമായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതുവരെ നടന്ന കാര്യങ്ങളിൽ തൃപ്തരല്ലാത്തത് കൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ചയുണ്ടായിരിക്കുന്നുവെന്നും അത് FIR-ലടക്കം പോസ്റ്റ്മോർട്ടത്തിലടക്കം എല്ലാ കാര്യങ്ങളിലും തയ്യാറാക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടെന്നും അതുകൊണ്ട് പോലീസ് അതിനകത്ത് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGP ഓഫീസിന് മുന്നിലേക്ക് വരുന്നത്. എന്ന് മാത്രവുമല്ല, ഈ സംഭവം നടക്കുന്നതിൻ്റെ ഈ DGP ഓഫീസിന് മുന്നിലെ വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ നടക്കുന്നതിനും 12 ദിവസം മുമ്പ് DGP ജിഷ്ണുവിൻ്റെ അമ്മാവനെ നേരിട്ട് വിളിച്ച് ഫോണിൽ സംസാരിച്ചിരുന്നു. ഞങ്ങൾ 7 ദിവസത്തിനുള്ളിൽ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ അവരുടെ സ്വത്ത് വകകൾ മുഴുവൻ കണ്ടുകെട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത 7 ദിവസവും പിന്നീട് ഒരു 5 ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് ആ കുടുംബം സമരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അനാവശ്യ സമരമെന്ന് പറയുമ്പോൾ ഏതൊക്കെ സമരങ്ങളാണ് ആവശ്യമെന്നത് പിണറായി സർക്കാർ പറയട്ടെ. ഇടതുപക്ഷമെന്നാണ് അവകാശപ്പെടുന്നത്, തൊഴിലാളികളുടെ പക്ഷമെന്നാണ് അവകാശപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ ആനത്തലവട്ടം ആനന്ദൻ സാഹു പറയുന്നത് കേട്ടു, ഹൈക്കോടതിയുടെ മുന്നിൽ പോയി സമരം ചെയ്യണമെന്നും ഞങ്ങൾ ഒരുപാട് സമരം ചെയ്തിട്ടുണ്ടെന്നും. അതെ, അപ്പോൾ സമരം എവിടെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ നീതി ആഗ്രഹിക്കുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത്. ഏത് അധികാരിയുടെ മുന്നിലേക്ക് പോകണമെന്ന് DGPയുടെ ഓഫീസിലേക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല, നിരോധിത മേഖലയിലേക്ക് എത്തിയിട്ടില്ല, ഇവർ പറയുന്ന നിരോധിത മേഖലയിൽ പോലും എത്തിയിട്ടില്ല. അപ്പോൾ വളരെ ബലപ്രയോഗത്തിലൂടെ നീതി ചോദിച്ചു വരുന്നവരെ കീഴ്പ്പെടുത്തി അവരെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുന്ന ഇതേ ഗവൺമെൻറ്റിന് തന്നെ ഒരു തെളിവുമില്ല. കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, കസ്റ്റഡിയിൽ നിങ്ങൾ ചോദിക്കുവാൻ എന്ത് തെളിവാണുള്ളത്, ഇവർ ഗൂഢാലോചനയ്ക്ക് എന്ത് തെളിവാണെന്ന് ചോദിക്കുമ്പോൾ ഒരു തെളിവും നിരത്താനില്ലാതിരുന്നിട്ടും അവർ കസ്റ്റഡിയിലേക്ക് വാങ്ങുകയാണ്. പക്ഷേ തെളിവുകളെല്ലാം വളരെ വ്യക്തമായിട്ടും ജിഷ്ണുവിൻ്റെ കൊലയാളികളെ പിടിക്കുവാൻ യാതൊരു നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസവും ന്യായീകരിക്കുകയും ആ സമരം ചെയ്ത കുടുംബത്തെ അപഹസിക്കുകയും എന്ത് നേടിയെന്ന് ഈ വൈകിയ വേളയിൽ ചോദിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ഭരിക്കുന്നത്? ഇവിടെ മുതലാളിമാരാണ് ഭരിക്കുന്നത്, കൃഷ്ണദാസിന്റെ ആളുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വാശ്രയ മാനേജ്മെന്റാണ്. കഴിഞ്ഞ സ്വാശ്രയ കരാർ നോക്കിയാലറിയാം. ഈ സർക്കാർ ഈ കേസിൽ ഇടപെട്ടതിൽ വീഴ്ചകൾ വരുത്തി എന്ന ഒരു ആക്ഷേപമാണല്ലോ പ്രതിപക്ഷത്ത് നിന്ന് നിങ്ങൾ ഉന്നയിക്കുന്നത്. എന്ത് വീഴ്ചയാണ് ഈ സർക്കാർ വരുത്തിയത്? ഈ സമരത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ ഉണ്ടായിട്ടുള്ള അപാകതകളാണോ നിങ്ങൾ പറയുന്നത്? അതല്ല, ജിഷ്ണു കേസ് തേച്ചുമായ്ച്ചു കളയാൻ വേണ്ടി ഇവിടെ മിനിയെ പോലുള്ളവർ ആരോപിക്കുന്നത് പോലെ വൻകിട കച്ചവടക്കാരുടെ ഒപ്പം കൂട്ടുകൂടി ഈ സർക്കാർ അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് ജിഷ്ണുവിൻ്റെ യഥാർത്ഥ മരണത്തിന് ഉത്തരവാദികളായവരെ സംരക്ഷിക്കുന്ന തരത്തിൽ നിസ്സംഗമായി ഈ കേസിൽ മാറി നിന്നുകൊണ്ട് അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നാണോ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം? ഈ കേസിൻ്റെ ആരംഭം മുതലേ ഈ സർക്കാരിൻ്റെ പോലീസ് വീഴ്ചകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ജിഷ്ണുവിൻ്റെ മരണം മുതൽ അതിൻ്റെ അന്വേഷണം മുതൽ അതുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടങ്ങളിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇവരെ ആദ്യത്തെ ഒരു മാസക്കാലത്തോളം ഇവരെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുകയും അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്.
പിന്നീട് മുൻകൂർ ജാമ്യം വന്നപ്പോൾ കോടതിയിൽ വളരെ ദുർബലമായ ഒരു ചാർജ് കൊണ്ടുപോയി കൊടുക്കുന്നു, അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് ഗവൺമെൻറ് പോവുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും മകൻ നഷ്ടപ്പെട്ട ഒരമ്മ, അതൊരു കമ്മ്യൂണിസ്റ്റ് പോരാളി കൂടിയാണ്, അവരുടെ കുടുംബത്തിൽ നിന്ന് ഒന്നാണ്. അവർ ആ വീര്യം കാണിച്ചുകൊണ്ട് അവർ സമരരംഗത്തേക്ക് ഇത് പ്രതിഷേധമായ രംഗത്ത് വന്നപ്പോൾ എത്ര മോശമായിട്ടാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. ഞാനിന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം ഭയപ്പെടുന്നത് അവിടെ ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പേരെടുത്ത് പറഞ്ഞ ശ്രീജിത്ത് എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മാവൻ, മരണമടഞ്ഞ ജിഷ്ണുവിൻ്റെ അമ്മാവൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫേസ്ബുക്കുകളിലൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ്റെ വീടിൻ്റെ അകത്തുനിന്ന് ഒരുപാട് അകലെയല്ല എന്ന് ഓർമ്മ വേണം എന്നുള്ള ഭീഷണിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭയപ്പെടുന്നു അവരെ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി, പാർട്ടിയിൽ നിന്നും പുറത്താക്കി അവരെ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട്. ഞാൻ ആവശ്യപ്പെടുന്നു ആ വ്യക്തിയെ, ആ കുടുംബത്തെ രക്ഷിക്കാൻ പോലീസ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ അവർക്ക് പോലീസ് കാവൽ കൊടുക്കണം. ശ്രീജിത്തിന് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നാളെ ഊരുവിലക്ക് വരാൻ പോവുക. ഞങ്ങളുടെ വീട്ടിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും മാർക്സിസ്റ്റുകാരൻ പോലും കയറാൻ പോകുന്നില്ല. പിന്നീട് അങ്ങോട്ട് വരാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ മാധ്യമ ശ്രദ്ധയിലായതുകൊണ്ട് ചിലപ്പോൾ 2-3 ദിവസത്തേക്കൊന്നും സംഭവിച്ചു എന്ന് വരുന്നില്ല. പക്ഷേ ഇതിനിടയിൽ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഏതൊക്കെ രീതിയിലാണ് പാർട്ടി കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് ഈ നാട്ടിൽ ഈ ചർച്ചയിൽ ഞാൻ അഭിപ്രായം പറയുന്നു എന്നതാണല്ലോ താങ്കളുടെ ആക്ഷേപം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഒരു ആങ്കർ റഫറിയായി ഇരുന്നാൽ മതി, കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്തണ്ട എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു മിനിറ്റ് ശ്രീ ജോസഫ് വാഴക്കൻ, ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് KS മധുസൂദനൻ കേരളത്തിലെ ജനങ്ങളോട് മുന്നറിയിപ്പായി പറയുന്നത് ഇവിടെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കാൻ പോകുന്നു, അതിൻ്റെ എല്ലാ തരത്തിലുള്ള ദുസ്സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു. അതാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിൽ നിന്ന്, പോലീസിൻ്റെ നടപടികളിൽ നിന്ന്, ഈ നടപടികൾ സ്വീകരിക്കുന്ന പോലീസ് സംരക്ഷിക്കപ്പെടുന്നതിൽ നിന്ന്, ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ട സാമൂഹ്യ പ്രവർത്തകർക്ക് നേരെ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ പഠിക്കുമ്പോൾ ഇവിടെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ സാഹചര്യം ഉണ്ടായി വരുന്നു എന്ന് അഡ്വക്കേറ്റ് KS മധുസൂദനൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പിനെ ഇവിടെ ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടായ, അവരുടെ കുടുംബത്തിനുണ്ടായ ഈ അനുഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടപ്പെടുമോ എന്ന ഭയാശങ്കകൾ പങ്കുവെച്ച പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ജോസഫ് വാഴക്കൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ ചർച്ചയിൽ പങ്കെടുത്ത മിനി ചോദിച്ചതുപോലെ ആർക്ക് നേരെ എപ്പോൾ സമരം ചെയ്യണമെന്ന് ഭരണകൂടം തീരുമാനിക്കുന്നത് ഏത് മുറയുടെ അടിസ്ഥാനത്തിലാണെന്ന അവരുടെ ചോദ്യത്തിനും താങ്കൾ ഉത്തരം പറയുമല്ലോ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. പറയാം, ഈ ചോദ്യമൊന്നും ഇതെല്ലാം അപ്രസക്തമായ ചോദ്യമാണ്. അടിയന്തരാവസ്ഥ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ്, അടിയന്തരാവസ്ഥ കൊണ്ടുവന്നവരാണ് ഇപ്പോൾ എൻ്റെ വലതുവശത്തിരിക്കുന്ന ജോസഫ് വാഴക്കനും കൂട്ടരും. അത് ജനാധിപത്യ അവകാശങ്ങളെല്ലാം കശാപ്പ് ചെയ്ത ആ സമ്പ്രദായം ഈ കേരളത്തിൽ കൊണ്ടുവരാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ഇപ്പോൾ BJP ശ്രമിക്കുന്നുണ്ട് രാജ്യത്തൊരു അടിയന്തരാവസ്ഥ കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി. അടിയന്തരാവസ്ഥ മോഡൽ ഭരണം കേരളത്തിലെ ജനങ്ങളെ അംഗീകരിച്ചു കൊടുക്കില്ല. അതാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ മിനി ചോദിച്ച് സമരം ചെയ്യുന്നതിന് ആരുടെ ഒത്താശയൊന്നും വേണ്ട. സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവരും ജനങ്ങളുണ്ട്. സമരം ചെയ്യുന്നതിന് ആരും എതിരുമല്ല. സമരം ചെയ്യുന്നവർ ആ സമരത്തിൻ്റെ ഫലമായി പോലീസ് എടുക്കുന്ന നടപടികൾ പലപ്പോഴും നമ്മൾ നേരിടേണ്ടി വരും. സമരവും ചെയ്യണം, കരയും വേണം, ചെറിയും നന്നായിരിക്കണമെന്ന് പറഞ്ഞാൽ ഒക്കില്ല. സമരം ചെയ്താൽ ചിലപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ടാവും. എന്തിനാണ് വേവലാതിപ്പെടുന്നത്? ചിലപ്പോൾ 5 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. ജയിലിൽ കിടന്നിട്ട് തിരിച്ചിറങ്ങും. അങ്ങനെയല്ലേ ഈ പൊതുപ്രവർത്തകരെല്ലാം നിൽക്കുന്നത്. ഇവർ മാത്രം ഇപ്പോൾ സമരം ചെയ്ത് പോലീസ് പിടിച്ചിട്ട് പോയി 2 ദിവസം 5 ദിവസം ജയിലിൽ കിടന്നു, ഒരു മഹാസംഭവമാണെന്ന് പറയുന്നാൽ എത്ര ആളുകളാണ്? ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഒരു സമരവും ചെയ്യാതെ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും ഒരു ന്യായീകരണമായിട്ട് കൊണ്ടുവരണ്ട. ഇവിടെ സമരത്തിന് ആധാരമായ പ്രശ്നം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്, മുഖ്യമന്ത്രിക്കാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആ മുഖ്യമന്ത്രിയുടെ മുകളിലാണോ ഈ DGP എന്ന് പറഞ്ഞ ബെഹ്റ? മുഖ്യമന്ത്രി ഇവർക്ക് വീണ്ടും കാണാമല്ലോ. നിങ്ങൾ വന്ന് പറഞ്ഞോട് അനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണാമല്ലോ. ഇവിടെ പോകുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അതുകൊണ്ടാണ് അദ്ദേഹം കേട്ടത്. അവിടെ പോയിട്ട് എന്താ നേടാനുള്ളത്? പോലീസ് കാണിക്കുന്ന വീഴ്ചയാണെങ്കിൽ ഈ ബെഹ്റയ്ക്ക് മാത്രമായി എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ? ഗവൺമെൻറ് വേണ്ടി അത് ചെയ്യാൻ. പോലീസ് എന്ത് വീഴ്ച കാണിച്ചാലും നമ്മൾ സ്വാഭാവികമായി ഭരിക്കുന്നവരെ തന്നെയാണ് കുറ്റം പറയുക. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പറഞ്ഞുകൊള്ളുക. പക്ഷെ വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ കേസിൽ ഗവൺമെൻറ് കാണിച്ച താല്പര്യം, ഈ കേരള ഗവൺമെൻറ് കാണിച്ച പോലെ താല്പര്യം ഏതെങ്കിലും കേസ് മുന്നൊരു ഗവൺമെൻറ് കാണിച്ചായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ?
വാദികൾ ആവശ്യപ്പെട്ട അനുസരിച്ചുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് എടുക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സർക്കാർ അവരെ ഗവൺമെൻറ് പ്രതികളെ പിടിക്കാൻ നടപടിയെടുക്കുന്നു, കോടതി അവരെ വിടുന്നു. എന്നിട്ട് സമരം ആർക്കെതിരായി? പിടിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനെതിരായി. ആ കേസ് ചാർജ് ചെയ്തതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അക്കാര്യമടക്കം അതിന് ഉത്തരവാദിയായ ആൾക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നു ഗവൺമെൻറ്. ഇനിയും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അല്ല DGP ഓഫീസിന് മുമ്പിൽ അവർ സമരത്തിന് വന്നതിൽ തന്നെ പോലീസ് കൈകാര്യം ചെയ്തതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടോ എന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കും. ഈ കേസിൽ അവരുടെ മകൻ മരിച്ച കേസിൽ ആ കേസ് കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും. അല്ല, ശ്രീ ആനത്തലവട്ട ആനന്ദൻ, താങ്കൾ പറഞ്ഞല്ലോ ഇതിന്റെ പ്രാഥമിക വിവരാന്വേഷണത്തിന്റെ കാര്യത്തിൽ, കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. DGP ഓഫീസിന് മുന്നിൽ നടന്നിട്ടുള്ള അനിഷ്ട സംഭവങ്ങളിൽ കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഇതൊക്കെ സ്വീകരിക്കപ്പെട്ടാലും ഏത് നീതിക്ക് വേണ്ടിയാണോ ജിഷ്ണുവിൻ്റെ അമ്മയും ബന്ധുമിത്രാദികളും സമരരംഗത്തേക്ക് ഇറങ്ങിയത്, ആത്യന്തികമായി ആ നീതി ഇനി അവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നല്ലേ ഇപ്പോഴത്തെ കേസിന്റെ നിലയിൽ നിന്ന് അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് വിചാരണ നടന്ന് വിചാരണ പൂർത്തിയാക്കുന്നതിന് മുമ്പ് കോടതി അഡ്വാൻസായി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ഈ കേരളത്തിൽ ആർക്കെതിരായും കേസ് ചാർജ് ചെയ്യാമെന്നാണ്. ഈ പ്രതികൾക്കെതിരായി ചർച്ച ചെയ്തതിന് അത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് കോടതിയുടെ പരാമർശനം. ശരി, ശ്രീ CR നീലകണ്ഠൻ, താങ്കൾ തൃപ്തിപ്പെട്ടോ ആനത്തലവട്ട ആനന്ദന്റെ ഈ വിശദീകരണം കൊണ്ട്? അല്ല, ഇവിടെ ഞാൻ വീണ്ടും അത് നമ്മൾ നേരത്തെ KS മധുസൂദനും ഞാനും അല്ലെങ്കിൽ ജോസഫ് വാഴക്കനും ഒക്കെ പറഞ്ഞ കാര്യമാണ്. ഞാനിപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. കോടതി ഇവർക്ക് അനുകൂലമായി നിന്നു, ഗവൺമെൻറ് എതിരായി നിന്നു, ഗവൺമെൻറ് ശിക്ഷിക്കാൻ ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിരി വരും. കാരണം ആ കേസ് അത്ര ദുർബലമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോൾ നിലനിൽക്കുന്ന ഇത് ക്രിമിനൽ കേസാണ്. കോടതിയുടെ പോളിസിയുടെ വിഷയമല്ല. ഒരു ക്രിമിനൽ കേസ് ഇത്ര ദുർബലമായി വെച്ചാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം, ഞാൻ ചെറിയ നിയമം വെച്ച് എൻ്റെ അറിവ് വെച്ച് പറയാം, ഒരാളുടെ മേൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെങ്കിൽ അത്രയ്ക്കും കൃത്യമായ, വളരെ കൃത്യമായ തെളിവുണ്ടാവണം. മറ്റേ കാമുകി ആത്മഹത്യ ചെയ്യുന്നു, കാമുകൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ പോലും കാമുകൻ്റെ മേൽ പ്രേരണ കുറ്റം ചുമത്താൻ പറ്റില്ല എന്നാണ് നാട്ടിൽ നിലവിലുള്ള നിയമം. ഇവിടെ പ്രേരണ കുറ്റം എന്നത് നിലനിൽക്കില്ല എന്നുള്ളത് തുടക്കം മുതൽ തന്നെ ഞാൻ കരുതുന്ന ഒരാളാണ്. കാരണം അതിനുള്ള ഒരു തെളിവ് വരില്ല, ഒരു തെളിവും കോടതി. അതുകൊണ്ട് ഇത് ഒത്തുകളിയാണ്. ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഗോപികൃഷ്ണ. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ അടിയന്തരാവസ്ഥയുടെ കാര്യം, എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. മോഡി അടിയന്തരാവസ്ഥയ്ക്ക് ശ്രമിക്കുക. ഞാൻ ഉറപ്പായി പറയുന്നു, JNUവിൽ കന്നയ്യകുമാറിന് എതിരെ അല്ലെങ്കിൽ ഉമറിനെതിരെ മോഡി എടുത്ത അതേ നയമാണ് ഇവിടെ ഷാജഹാനും ഷാജിർ ഖാനും മിനിക്കുമെതിരെ പിണറായി വിജയൻ എടുത്തത്. കാരണം എല്ലാം നിയമമനുസരിച്ചാണ്. മോഡി ഒരു കേസും എടുത്തിട്ടില്ലല്ലോ, എടുത്തത് ഡൽഹിയിലെ പോലീസുകാരാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി, ഇവിടെ വേറെ ഗൂഢാലോചന, അട്ടിമറി അങ്ങനെയുള്ള കുറ്റങ്ങൾ ചുമത്തി. ഗവൺമെൻറ്റിൻ്റെ നടപടി പ്രവർത്തനം നിർത്തിവെക്കുക. ഇത് രണ്ടിലും ഗവൺമെൻറ്റുകൾ എടുക്കുന്ന സമീപനം എന്താ? നിയമത്തിൻ്റെ വഴിക്ക് പോകും, നിങ്ങൾ എന്തിനാ സമരം ചെയ്യണേ? അങ്ങനെയെങ്കിൽ JNUവിൽ പോയി പ്രകാശ് കാരാട്ടും രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ള ആളുകൾ എന്തിനാണ് JNUവിൽ പോയി സമരം ചെയ്തത്? ഒരാവശ്യമില്ലല്ലോ. കോടതി ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ സശ്രദ്ധം ശ്രദ്ധിച്ചല്ലോ അല്ലേ? അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. ഒരുപക്ഷെ കരാറിലെ 10 വ്യവസ്ഥകളിൽ ആ ഒരു വ്യവസ്ഥ പാലിക്കപ്പെടാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അതെന്തായാലും ആ നടപടി കൊണ്ട് കിട്ടാൻ പോകുകയല്ലല്ലോ നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ നീതി. ആ നീതിക്ക് തടസ്സം നിൽക്കുന്ന തരത്തിലാണല്ലോ ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യവുമായി ഈ പ്രതി ചേർക്കപ്പെട്ടവർ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി എന്താണ് നിങ്ങൾ ഉൾപ്പെടുന്ന നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഈ പ്രശ്നത്തിലെ കക്ഷി ചേർന്ന് നിൽക്കുന്നവർക്ക് മുന്നിലുള്ള പോംവഴികൾ? മറ്റ് സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഇരയാക്കപ്പെട്ട ആളുടെ കുടുംബം പ്രക്ഷോഭത്തിന് മുൻനിരയിലുണ്ട് എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത. കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുത്തൊരു സമരമെന്ന നിലയ്ക്ക് നീതി ലഭ്യമാണെന്ന് ആ കുടുംബത്തിന് ഉറപ്പാകുന്നത് വരെ ആ കുടുംബം പറയണം, ഞങ്ങളുടെ കുട്ടി നഷ്ടപ്പെട്ടു, ഇനി ഒരാൾക്കും ഈ ഒരു ദുർഗതി ഉണ്ടാകരുത്, അതുകൊണ്ട് ഇവിടെ ശക്തമായ നടപടികൾ ഉണ്ടാകണം, നിയമനിർമ്മാണം ഉണ്ടാകണം, നീതി ഞങ്ങൾക്ക് ലഭ്യമാകണം എന്ന് ആവശ്യപ്പെടുന്ന ആ കുടുംബത്തിന്
അത് ലഭിച്ചു എന്ന് അവർക്ക് വളരെ സന്തോഷപൂർവ്വം അവർക്ക് തൃപ്തികരമാണ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് അതുവരെ പൊതുസമൂഹം അവരോടൊപ്പമുണ്ടാകും. അവരേതറ്റം വരെ പ്രക്ഷോഭണത്തിന് പോയാൽ, സമരത്തിന് പോയാൽ ആ സമരത്തെ പിന്തുണയ്ക്കുവാനും അത് എവിടെ വരെ പോകുവാനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. താങ്കൾ ഉൾപ്പെടെയുള്ള 5 പേരെ ഈ സമരത്തിന്റെ ഭാഗമായി എന്നതിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത നടപടിയെ KM ഷാജഹാൻ വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്നാണ്. ശ്രീമതി മിനി ഇതിനെ എങ്ങനെ കാണുന്നു, ഈ സർക്കാർ നടപടിയെ? തീർച്ചയായിട്ടും അതൊരു ശരിയായൊരു വസ്തുതയാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ അടുത്ത കാലത്തായി നടക്കുന്ന ജനകീയ പ്രക്ഷോഭണങ്ങൾ നോക്കിയാൽ അറിയാം. പ്രബലങ്ങളെന്നും ഇപ്പോൾ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന പാർട്ടി എല്ലായ്പ്പോഴും അവർ മുയലിനൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു പ്രതീതി, ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനകീയ പ്രക്ഷോഭണങ്ങൾ നയിക്കുന്നതിൽ SUC എന്ന പ്രസ്ഥാനം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് SUC ആയി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ SUC എന്ന പ്രസ്ഥാനത്തെയും അതിൻ്റെ പ്രവർത്തകരെയും ഇല്ലാതാക്കേണ്ടുന്നത് ഭരിക്കുന്ന ആളുകളുടെ താല്പര്യമാണ്. കാരണം മുതലാളിമാർക്ക് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേന്ദ്രം ഭരിക്കുന്നവരാണെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നവരാണെങ്കിലും അവർ മുതലാളിമാരുടെ കൂടെയാണ്. ഏത് മുതലാളി എടുത്ത് പരിശോധിച്ചാൽ അവർ ആര് ഭരിച്ചാലും അവർക്ക് തട്ടുകേടില്ലാതെ അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് വളരെ വലിയ ആസ്തിയുള്ള പി കൃഷ്ണദാസിന് ഈ 90 ദിവസം 95 ദിവസമാകുമ്പോഴും ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വണ്ണം വളരെ വലിയൊരു വല വിരിച്ചുകൊണ്ട് അവർക്ക് പ്രതികളെ സംരക്ഷിക്കുവാനും അതിനു വേണ്ടുന്ന എല്ലാ സംരക്ഷണം കൊടുക്കുവാൻ സർക്കാരും ഉണ്ട് എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാതെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ജിഷ്ണുവിൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നാട്ടുകാരും നടത്തി വരുന്ന ഈ പ്രക്ഷോഭണത്തിന് ഇനി ഒരു സ്വാശ്രയ കോളേജിലും 50-50 സമവാക്യമുണ്ടായ ആളുകളാണ് ഈ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. 2 കച്ചവടക്കാർ ചേർന്ന് കഴിഞ്ഞാൽ ഒരു കച്ചവട സീറ്റ്, ഒരു സർക്കാർ സീറ്റ് എന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ സ്വാശ്രയ കോളേജിൽ പോയി പഠിക്കാൻ പോയി അവർ ലക്ഷങ്ങൾ വായ്പ എടുത്ത്, വിദ്യാഭ്യാസ വായ്പ എടുത്ത് കടക്കണിയിലായി ഇന്ന് ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ട് തെരുവിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് മക്കളെ വിദ്യാഭ്യാസത്തിന് അയച്ചാൽ ആ കുടുംബം തന്നെ അനാഥമായി പോകുന്നൊരവസ്ഥ, മറുവശത്ത് പോകുന്ന കുട്ടികൾ ജീവനോടെ തിരിച്ചു വരില്ല എന്നുള്ള അവസ്ഥ. എന്ത് നടപടിയാണ് എടുക്കുന്നത്? കഴിഞ്ഞ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കയറുന്ന ആളുകളാണ്. കേസിൽ നീതി ലഭിക്കുന്നത് വരെ പോരാടാൻ വേണ്ടിയുള്ള ഊർജ്ജം ഉണ്ടാകട്ടെ. വളരെ വലിയ പ്രതീക്ഷയോടുകൂടി ഭരണത്തിലേറ്റിയ ഇടതുപക്ഷ സർക്കാർ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ തിരുത്താൻ വേണ്ടിയുള്ള ഊർജ്ജ പ്രവാഹം ഉണ്ടാകട്ടെ ഇവിടെ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ജോസഫ് വാഴയ്ക്കൻ, അഡ്വക്കേറ്റ് KS മധുസൂദനൻ, ശ്രീ സിയ നീലകണ്ഠൻ, ശ്രീമതി S മിനി ഈ ചർച്ചയിൽ പങ്കെടുത്തു. എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോ ചിത്രങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് കാണാം. ഇനി പൊളിമിക്സുമായി PT നാസറത്ത് കാണാം. ഗുഡ് ബൈ.